വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊരു നോമ്പുതുറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പാക്ക് വേറൊരു വീട്ടിൽ കയറാണ്ടായിരുന്നു. വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ കാണാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുമണി ഉമ്മാൻ്റെ മടിയിലിരുന്ന് കാര്യമായിട്ട് എന്തോ ചിന്തിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോണത്, കാറിലൊക്കെ പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓളിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കലാണ് സാധാരണ. ഇന്നിപ്പോൾ എന്താ അവൻ്റെ കുഞ്ഞുമണി ഉറങ്ങിപ്പോയത്. അപ്പം അത് പറഞ്ഞപ്പോഴാട്ടെ ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എൻ്റെ കുഞ്ഞുമണിൻ്റെ പേര് ശരിക്കും കുഞ്ഞുമണി എന്നല്ല കേട്ടോ, ഐഷു എന്നാണ്. ഞാനോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ സിയു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുമണി കുഞ്ഞുമണി എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെയാണ് ശീലമായതാണ് കേട്ടോ. എൻ്റെ വായിൽ ഐഷു എന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ പാണ്ടിക്കാട് ജംഗ്ഷനിൽ എത്തിട്ടോ. ഞങ്ങൾക്ക് അത്താഴത്തിന് കഴിക്കാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഉണക്കൽ മീനാട്ടോ ഇഷ്ടം. ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കൽ. അപ്പം അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്. ഉമ്മാൻ്റെ വീടിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്നതൊക്കെ ഉമ്മാൻ്റെ അമ്മമാരുടെ വീടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അടിക്കലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലും അറേഞ്ച് ചെയ്ത് വെക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എപ്പോഴും ഞങ്ങളായിരിക്കും കേട്ടോ ലാസ്റ്റ്. പിന്നെ എൻ്റെ അമ്മമ്മ വാട്ടർ മെലൺ തികയൂല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കട്ട് ചെയ്യൊക്കെയാണ് കേട്ടോ. നമുക്ക് നോമ്പ് നോറ്റിട്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അത്രേ ഉള്ളൂ, ഇതൊന്നും തികയൂലല്ലോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആർക്കും ഇതൊന്നും തിന്നാനും കഴിയൂല, എല്ലാം ബാക്കിയായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാരുള്ള പരിപാടിയൊന്നും അല്ലേനു കേട്ടോ, ഞങ്ങൾ വീട്ടുകാർ മാത്രം. അതന്നെ കൂടിയാണ് കേട്ടോ ഒരു ജാതക്കുള്ള ആൾക്കാർ. ഞങ്ങളെപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുമണ്ണിന് ചുറ്റും എല്ലാവരും കൂടെ അങ്ങോട്ട് പൊതിയലാണ് കേട്ടോ. പക്ഷേ ഇന്ന് എല്ലാവരും ഓരോ തിരക്കിലാണ്. അപ്പം എൻ്റെ കുഞ്ഞുമണി ഒറ്റയ്ക്ക് അയക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയി ആൾ. ഇതാണ് ഐതിക്കുട്ടൻ, ഇതിൻ്റെ അമ്മേൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓനിന്ന് ചെറിയൊരു പനിയും കാച്ചിലൊക്കെ ഉണ്ടായിട്ട് ഓന് വലിയ നല്ല മൂഡിലല്ല. അപ്പോൾ അതാണ് എല്ലാവരും ഒക്കത്തൊക്കെ കയറി നടക്കുന്നത്. ഇതിൻ്റെ അമ്മമ്മേൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം എടുത്തതാണ് കേട്ടോ. എൻ്റെ അമ്മമ്മേൻ്റെ പച്ചക്കറി തോട്ടം എല്ലാവർക്കും കാണിച്ചെടുക്കാൻ പറഞ്ഞ അമ്മമ്മ. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. അമ്മമ്മേൻ്റെ പച്ചക്കറി തോട്ടത്തിൽ വഴുതനങ്ങയും വെണ്ടയ്ക്കയും പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അമ്മമ്മ കാണിച്ചു തരാണ്. അപ്പം ഞാൻ അമ്മമ്മേനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ അമ്മമ്മക്ക് നാണം വരുന്നു, കുറവായിരിക്കും അമ്മമ്മക്ക്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ടോ. അപ്പം എൻ്റെ സിയ കുറേ നേരമായി നല്ല സ്നേഹത്തിൽ കഴിയുന്ന 2 സ്റ്റൂളുകളെ പിരിക്കാൻ നോക്കണേ കേട്ടോ. ഓനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയാത്തതുകൊണ്ട് ഓൻ സഹായത്തിന് വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഓലെ ഏറ്റെടുത്ത സ്ഥിതിക്ക് പിന്നെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. എൻ്റെ അമ്മോൻ്റെ മോളെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടുത്ത്. അപ്പോൾ അവിടുത്തെ ഉമ്മാനെയും ഉപ്പാനെയും സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓലൊക്കെ അപ്പോത്തിന് വന്നു. അപ്പോത്തിന് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ റാഹത്തായി നോമ്പൊക്കെ തുറന്നു. പിന്നെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് എൻ്റെ അമ്മായിൻ്റെ സ്പെഷ്യൽ മന്തി എൻ്റെ അമ്മായി വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചടപടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. പത്തിരി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, പിന്നെ അമ്മായിൻ്റെ മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, കറികളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവൻ്റെ ഇതേപോലത്തെ കുറേ കലാപരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആദ്യം ഇവരിരുന്നു, പിന്നെ ഇവർ എണീച്ചിട്ട് പിന്നെ നമ്മളിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കാക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോനെ. കാക്കുവിൻ്റെ മുടി നരച്ചൊന്നും നോക്കണ്ട, കാക്കു ഭയങ്കര യങ്ങാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ പാർട്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ സിറ്റൗട്ടിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അതിൻ്റെ ഇടയിൽ 2 കുട്ടികൾ കാർട്ടൂണൊക്കെ കണ്ട് ചിരിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ. ലൈറ്റ് ഓഫ് ആക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ പിന്നെ സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ വേഗം പോരാൻ ഇറങ്ങിട്ടോ. ഞങ്ങളെപ്പോൾ അവിടെ പോയി വരുമ്പോഴും എൻ്റെ അമ്മമ്മ കുറച്ച് സാധനങ്ങളൊക്കെ പാക്കാക്കി കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് തരും കേട്ടോ. അതാണല്ലോ നമ്മളെ അമ്മമാരെയൊക്കെ സ്നേഹവും സന്തോഷമൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.